സെർച്ചിങ് ഫോർ ബെസ്റ്റ് ഹോട്ടൽ നിയർ ശ്രീനഗർ. എത്താക്കാതാ രാവിലെ നീച്ചും അവിടെ അങ്ങനെ കുത്തിരി ഈ ചങ്ങായി റോന്ന് പുറത്ത് കിടപ്പില്ല. ആളങ്ങനെ ഇരുന്ന് മന്ദ പഠിച്ച് കുത്തിരിക്കാറുണ്ടാവും. ഉച്ചയായി ചോറച്ചായിരുന്നപ്പോ പുറത്തേക്ക് ഇറങ്ങണേ. ഹോട്ടലിൽ ഹെൽമെറ്റ് വെക്കാനൊക്കെ സെറ്റപ്പ് ഇട്ടുള്ളൂ. പുറത്തന്നെ സെക്യൂരിറ്റിക്കാർ ഹെൽമെറ്റ് വാങ്ങിന്. ഇതാണ് ഹോട്ടല്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ഉണ്ട് എന്നാണ്. ഫായ്സ് ഒരു പ്രാവശ്യം കഴിച്ചാൽ ഒരു പ്രാവശ്യം കഴിച്ചാലേ 3 പ്രാവശ്യം ഇവിടെ തന്നെ അവന് അതായത് ഉള്ളിൽ കയറൊക്കെ നമ്മൾ കഴിച്ചിട്ട് ടേസ്റ്റ് അറിയും. സംഭവത്തിലൊരു വീട്ടിൽ കയറി പോകുന്ന ഫീൽ കേട്ടോ. ഡോറൊക്കെ ഉണ്ടെങ്കിൽ പമ്പൻ ഡോറ്, ഇതൊക്കെ ഉണ്ടല്ലോ, ലിവിങ് റൂം. തീയൊക്കെ തീരുമാനിക്കടി. ഇത് ഡിസ്പ്ലേ, ഇത് ഡിസ്പ്ലേ ആണോ? ഇത് ഡിസ്പ്ലേ തോന്നുന്നു. പക്ഷെ അമ്പനൊക്കെ ഇട്ട് വൃത്തിയല്ലേ. എന്താ ആംബിയൻസ് കേട്ടോ. സെറ്റ് ഉള്ളു പോയേക്കാം. I like it. Ambience. Wow. നല്ലൊരു ഷോപ്പും ഉണ്ട് കേട്ടോ. ഹോട്ടൽ മാത്രമല്ലേ. ഹോട്ടൽ കം ഇതാണല്ലേ. ഡൈനിങ് നടക്കുക. ഡൈനിങ്ങിലേക്ക് ആൾക്കാർ സെറ്റാടോ. നല്ലൊരു വൃത്തിയുള്ള ആംബിയൻസ് സെറ്റപ്പ് അല്ലേ. ഇരുന്നാണ്ട് നമ്മള് നവാബി മട്ടൻ ബിരിയാണി ഒരു ഫുൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ. അത് മതിയാവും 3 പേർക്കെന്നാണ് കഴിച്ച എക്സ്പീരിയൻസിൽ നമ്മളോട് ഫായ്സ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മളെ വെയിറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ പുതിയ ഡിഷ് അവര് നമ്മളെ മേത്ത് പരീക്ഷിക്കാൻ പോകുന്നത്. കോംപ്ലിമെന്ററി ആയിട്ട് എന്തോ പേരുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിഷ്? കുലാട്ടി കബാബ്. കുലാട്ടി കബാബ് ആട്ടോ നമുക്ക് കിട്ടി. ജസ്റ്റ് ദിസ് കോംപ്ലിമെന്ററി ആയിട്ട് സൂപ്പർ തന്നാണ്. ഓ നൈസ് സ്മൂത്ത് സാധനം. ടച്ചല്ലേ നമ്മൾ ഇവിടെ എല്ലായിടത്തും ഇതുണ്ടല്ലേ, സെർവിങ് ഉണ്ടല്ലേ. 3 പ്ലേറ്റ് ഒരൊറ്റ ഫുൾ ബിരിയാണി നമ്മൾ 3 ആളായിക്കണം. എല്ലാ പീസുള്ളത് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയോ. സെക്യൂരിറ്റി പക്കാ മലയാളി. എവിടെ പറഞ്ഞ കേരളത്തില്? എറണാകുളം ഡിസ്ട്രിക്ട്. എറണാകുളത്ത് 7 കൊല്ലം പണിയെടുത്ത് പറഞ്ഞു. മൂപ്പര് ഇങ്ങോട്ട് എന്താണ് കേരളത്തിലുള്ള ഒക്കെ കമ്പനിക്കാരാണ് അറിയില്ലേ. ഇത്രയും ലഗേജുകൾ ഇവിടെ ഇട്ടാണ്ട് ഒറ്റ ബോക്സ് എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വീട് വന്നാൽ നേരെ പാടാം. ഒരു പെട്ടെടുത്തിട്ടുള്ളൂ. 2.5 ലഗേജ് ഇവിടെയാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ തൽക്കാലം അസ്ലം സാറിനെ കാണാൻ പോകട്ടെ. എന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. ഇവരിനോട് യാത്ര പറഞ്ഞ് നമുക്ക് തിരിക്കാം. കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലമാട്ടത്. ഇവിടെ ഇപ്പോൾ തരിശായി കിടക്കാൻ നോക്കണ്ട. വിളവെടുപ്പിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് നടുന്ന സമയമാണ്. ഏകദേശം 100 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ടോ. അങ്ങ് ദൂരമായിട്ട് മഴവിൽ കാണാം. അപ്പുറത്തൊക്കെ മഴ പെയ്ത് ചോർന്നതിൻ്റെ ഒരു ഇതും കാണാനുണ്ട്. പോകുന്ന നമ്മൾ ഒരു ഇടവഴി കൂടെയുള്ള പാലത്തിൻ്റെ അവിടെ എത്തിട്ടോ. സംഭവം കുറച്ച് മനസ്സിലായി. ഗൂഗിൾ മാപ്പ് പറ്റിച്ചതാണ് നമുക്ക്. ഇത് ആദ്യമായിട്ട് കിട്ടുന്ന പണിയൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല റിസ്ക് ആയിട്ട് എടുത്ത് ആ പാലത്തിൽ കൂടെ കടന്നങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ചതിച്ചതാണ് ഞങ്ങളെ ചതിച്ചതാണ്. ഇവിടെ വക്കിണ്ടാണ്ട് ഫൈനലി ഞങ്ങൾ അസ്ലം സാറെ പരിഗണിച്ചിട്ടോ. അസ്ലം സാറ് വരാറിഞ്ഞാൽ സാധാരണ പെരുന്നക്കാട്ടിലും സെറ്റപ്പ് കേട്ടോ. നമ്മളവിടെ ഇന്റീരിയർ ചെയ്തമാതിരി ഇന്റീരിയർ ചെയ്തത് ഒക്കെ ഷീറ്റ് വെച്ചിട്ട് ചെയ്തത്. പിന്നെ ആൾമറിയും കാര്യം സെറ്റപ്പ്. ഈ സാധനം അറിയെങ്കിൽ ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടോ. മൂപ്പര് ആ കയറ്റൊക്കെ താങ്ങി കൊടുത്ത സാധനം.
നമ്മൾ സാർക്ക് ഗിഫ്റ്റ് വാങ്ങിയത് പോകുന്നപ്പോൾ കുറച്ച് ലേസും വാങ്ങിയിട്ടുണ്ട്. ഓ കുറേ നടക്കാണ്ടിട്ടുണ്ട് കൈ. ഇതുവരെ കിട്ടാത്ത സ്വീകരണം. അസ്ലം സാറ് പരിക്കെത്തിയപ്പോൾ കണ്ടോ, നാട്ടിൽ തന്നെ കാട്ടിലും കൂട്ടാണ് രണ്ടാക്കി വെച്ചിരുന്നു. എന്താ പൈസ ടൈപ്പ് മിച്ചർ അരിപ്പൊരി മാതിരി ചെറിയ ബിസ്ക്കറ്റ് ഐറ്റംസ് രക്ഷയില്ല. ഇത് ഇങ്ങനെ എടുത്തിട്ട് വല്ലാത്ത ഇത് ആദ്യമായിട്ടാണ് കേട്ടോ സംഭവം. കാശ്മീർ വന്നിട്ട് ആദ്യമായിട്ടിട്ടത്. കാശ്മീരി ആയിട്ടോ അസ്ലാം സാറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് സെറ്റ് തന്നെയാണ്. പുലി പോയാലും മേഖലമ്പോ ലുക്കെന്ന് പറഞ്ഞു കണ്ടപ്പോ. കാശ്മീരി സ്പെഷ്യൽ ഫുഡ്സ് വസ്വാന് പല പല ഐറ്റംസ് അതൊക്കെ പാടെ ഇങ്ങനെ ഒരാൾത്തുന്നു. എല്ലാ കറിയും പാടെ കൂട്ടി പൈസ എന്തൊക്കെ പാടെ എനക്കെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ലുക്കിൽ ഇറങ്ങിയാണ്. ആൾക്കാർക്ക് ഇത് കണ്ട് കണ്ട് സത്യം നിർത്തി തരുവച്ചു.